അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപിന് വധഭീഷണിയാണത്രേ. ലോകത്തെവിടെ ആർക്ക് വധഭീഷണി ഉണ്ടായാലും അതിൽ സന്തോഷിക്കുവാൻ പാടുള്ളതല്ല, അതിൽ ഉത്കണ്ഠപ്പെടുക തന്നെ വേണം. അത് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയായാലും ഇഷ്ടമില്ലാത്ത വ്യക്തിയായാലും, ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണാധികാരിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വധഭീഷണി മുഴക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന്, ജനാധിപത്യത്തിനും നിരക്കുന്ന കാര്യമല്ല. എന്നിരുന്നാലും ലോകത്ത് അനേകം രാഷ്ട്ര നേതാക്കൾ, മതമേധാവികൾ, പ്രബല വ്യക്തികൾ വധിക്കപ്പെട്ടിട്ടുണ്ട്, വളരെ മൃഗീയമായി. അതൊന്നും തന്നെ ഒരു നാഗരിക സമൂഹത്തിന് യോജിച്ച കാര്യങ്ങളല്ല തന്നെ. ഇപ്പോഴും ഇന്നും ആ കാലത്തിൻ്റെ തുടർച്ച എന്നോണം നമ്മുടെ ഭരണാധികാരികൾക്കും മറ്റു വ്യക്തികൾക്കും നേരെ വധഭീഷണികൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ശ്രീ ഡൊണാൾഡ് ട്രംപ് തൻ്റെ സ്വന്തം കാര്യത്തിലെങ്കിലും ജീവന്റെ വില മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. തുർക്കിയിൽ വെച്ചുള്ള ജൂലൈയിലെ നാറ്റോ ഉച്ചകോടിക്ക് ശേഷം അദ്ദേഹം യാത്ര ചെയ്യേണ്ടിയിരുന്ന വിമാനം മാറ്റുകയും അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സാധാരണ യാത്ര ചെയ്യാറുള്ള എയർഫോഴ്സ് 1 എന്ന വിമാനത്തിൽ യാത്ര ചെയ്യുന്നതായി അഭിനയിച്ച് അതിനകത്തുകൂടെ നൂഴ്ന്നിറങ്ങി കാറ്ററിംഗ് വാഹനത്തിൽ കയറി മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തു എന്നാണ് കേൾക്കുന്നത്. ഇത് വളരെ തമാശയോടെയും പരിഹാസത്തോടെയുമാണ് ആളുകൾ കാണുന്നത്. പക്ഷെ അത് അങ്ങനെ കാണേണ്ട ഒരു കാര്യമല്ല തന്നെ ഒരിക്കലും. രാഷ്ട്രീയമായോ നയതന്ത്രപരമായോ ട്രംപിനോട് യോജിച്ചാലും ഇല്ലെങ്കിലും ഒരിക്കലും ഒരാളെ, ഒരു ഭരണ നേതാവിനെ, ഒരു രാഷ്ട്ര നേതാവിനെ മൃഗീയമായി കൊല്ലുന്നതിനോട് അംഗീകരിക്കാനാവില്ല നമുക്ക്. അത് ട്രംപായാലും ഇറാനിലെ മറ്റൊരു ഭരണ മേധാവിയായാലും അത് തന്നെയാണ് അവസ്ഥ. അതീവ മൃഗീയമായിട്ടാണ് ഇറാന്റെ പരമോന്നത നേതാവ്, അവരുടെ സ്പിരിച്വൽ ലീഡറും രാഷ്ട്രീയ ലീഡറും കൂടി ഒരാളാണ്, അദ്ദേഹത്തെ അലി ഖാംനെയിയെ വളരെ നീചമായ രീതിയിൽ ഇസ്രയേലും അമേരിക്കയും കൂടി ചേർന്ന് വധിച്ചത്. അത് അവർക്ക് മറച്ചു വെക്കപ്പെടേണ്ട ഒരു രഹസ്യമായിട്ടല്ല ചെയ്തതും, വളരെ പരസ്യമായി അതിൻ്റെ പേരിൽ അവർ ഊറ്റം കൊള്ളുകയും ചെയ്തു, അവരെ വധിച്ചു എന്നതിൻ്റെ പേരിൽ. മാത്രമല്ല ആ രാജ്യത്തെ, ഇറാനിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾക്ക് മുകളിൽ പോലും അവർ ബോംബിട്ടു, തകർത്തു. അന്ന് മുതൽ നെതന്യാഹുവും ട്രംപും വധഭീഷണി നേരിടുന്നുണ്ട് എന്ന് അവരുടെ സ്വന്തം മനസാക്ഷി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇറാന്റെ പദ്ധതിയിൽ അങ്ങനെ ഒരു പദ്ധതി രാഷ്ട്ര നേതാക്കളെ വധിക്കുന്നത് ഇല്ല എന്ന് വേണം കരുതാൻ. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചില ഭീഷണികളൊക്കെ നിലനിന്നെങ്കിലും ട്രംപിനെ വധിക്കുക എന്നൊരു പദ്ധതി അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇസ്രയേലാവട്ടെ പരസ്യമായിട്ടാണ് പ്രഖ്യാപിച്ചത്. ട്രംപും അതെ, ഇറാനിയൻ നേതാക്കളെ കൊന്നൊടുക്കും എന്ന് വളരെ പരസ്യമായി, അങ്ങനെ കൊന്നൊടുക്കിയ ശേഷം അവിടെ ഭരണമാറ്റം കൊണ്ടുവരും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. അതിനുവേണ്ടി ആ രാജ്യത്തിനകത്ത് കയറി കൂടി വർഷങ്ങളായി ചാരപ്രവർത്തനം നടത്തി, അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തി, അവിടെ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച് ഒടുവിൽ വളരെ വിജയകരമായി ആ രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവിനെ വധിക്കുകയും ഒപ്പം രാജ്യത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും മൃഗീയമായി വധിക്കുകയും ചെയ്തു ട്രംപ് നെതന്യാഹു കൂട്ടായ്മ. അങ്ങനെയൊക്കെ ആണെങ്കിലും യുദ്ധത്തിന് യുദ്ധം എന്നല്ലാതെ പകരം രാജ്യത്തിന്റെ നേതാക്കളെ പേര് ചൊല്ലി പറഞ്ഞ് അവരെ ഞങ്ങൾ കൊല്ലും എന്ന രീതിയിലുള്ളൊരു ചീപ്പ് പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉത്തരവാദപ്പെട്ടവരുടെ വായിൽ നിന്ന് കേട്ടതായി ഓർക്കുന്നില്ല. ചില കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാമെങ്കിൽ പോലും ഇപ്പോഴത്തെ ട്രംപിന്റെ ഈ വധശ്രമം വാർത്ത ഇത് പുതുതായിട്ടുള്ളതല്ല. കഴിഞ്ഞ ഒരു വർഷമായി നിരവധി തവണ ഇസ്രായേലി ഇന്റലിജൻസ് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കോ CIA-ക്കോ ഈ വക വിവരങ്ങളൊന്നും തന്നെ ഇല്ല എന്ന രീതിയിലാണ് ഇസ്രായേലും അതിന്റെ മൊസാദും അതിന്റെ രഹസ്യാന്വേഷണ മറ്റ് സംഘടനകളുമാണ് നിരന്തരം ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്നതായി, ട്രംപിന്റെ ജീവന് ഭീഷണിയുള്ളതായി അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജൂലൈ മാസത്തിലെ നാറ്റോ സമ്മേളനത്തിന് ശേഷമുള്ള വിമാനം മാറിക്കയറാനുള്ള തീരുമാനം പോലും ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് പ്രകാരമാണ്. ആ വധഭീഷണി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളോ തുർക്കി, നാറ്റോ സമ്മേളനം നടന്ന തുർക്കിയിലെ അവർക്കുമുണ്ട് രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, അവരോ സ്ഥിരീകരിച്ചിട്ടില്ല. അവർ ഈ വാർത്തയെ നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രം. അതേസമയത്ത് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ നിസ്സാരമായി കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രാ വിമാനം, യാത്രാ റൂട്ടും മാറ്റാൻ
കൂട്ടാക്കുമായിരുന്നില്ല. ഏതായാലും അതിനെ ഗൗരവമായി എടുത്തു. എങ്കിലും പ്രബലമായ അമേരിക്കയുടെയോ തുർക്കിയുടെയോ ഏജൻസികൾക്കൊന്നും തന്നെ ഇത് കാണാനും കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അമേരിക്കയുടെ യുദ്ധരംഗത്തു നിന്നുള്ള പിന്മാറ്റത്തിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും, സമാധാന ശ്രമങ്ങളും, കരാറിലെത്താനുള്ള പരിശ്രമങ്ങളും, മധ്യസ്ഥർ മുഖേന അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങളും ഇസ്രായേൽ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഇറാൻ അമേരിക്ക യുദ്ധനിർത്തലിനെ, വെടിനിർത്തലിനെ ഒരിക്കലും അംഗീകരിക്കാത്ത ലോകത്തിലെ ഏക രാജ്യവും ഇസ്രായേൽ തന്നെയാണ്. ഇറാനോട് പരിസരത്ത് കിടക്കുന്ന അറബ് രാജ്യങ്ങളും അമേരിക്കൻ ജനത ഒന്നടങ്കവും ഈ യുദ്ധം അനാവശ്യമാണിത്, ഉടനടി നിർത്തണം എന്ന് ഉപദേശിച്ചിട്ടും നിക്കക്കള്ളിയില്ലാത്ത വിധം ട്രംപ് വീണ്ടും വീണ്ടും മുഖത്തേക്ക് എടുത്തു ചാടിയത് ഇസ്രായേലിന്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അവിടെയാണ് വധഭീഷണിയുടെ പേര് പറഞ്ഞ് ഈ യുദ്ധം ട്രംപിന്റെ കൂടെ ആവശ്യമാക്കി തീർക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ ഈ വധഭീഷണിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതല്ല, സത്യമായിരിക്കാനും വഴിയുണ്ട്. കാരണം തങ്ങളുടെ രാജ്യത്തെ പരമോന്നത നേതാവിനെയും മറ്റനേകം പ്രബല വ്യക്തികളെയും വധിച്ച ഒരു രാഷ്ട്രത്തിന്റെ തലവനെ തിരിച്ചു വധിക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമായ കടമയായിട്ടായിരിക്കണമല്ലോ ആ രാജ്യവും ഇറാനും കാണുന്നത്. ആ നിലക്ക് അതിന് അവരെ സംബന്ധിച്ചുള്ള സാധുതയുമുണ്ട്. പക്ഷേ ലോകത്തിലെ സമാധാനകാംക്ഷികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പരമോന്നത നേതാവ് വധിക്കപ്പെടുന്നതും അമേരിക്കയുടെ നേതാക്കൾ വധിക്കപ്പെടുന്നതും ഒരുപോലെ അനിഷ്ടകരമാണ്. ആധുനിക മനുഷ്യൻ നയതന്ത്ര ചർച്ചകളിലൂടെയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. അതല്ല, യുദ്ധം കൊണ്ടല്ല, ആയുധങ്ങൾ കൊണ്ടല്ല, ആയുധബലം കൊണ്ടല്ല, ബോംബിട്ട് നശിപ്പിച്ചു കൊണ്ടുമല്ല. കാരണം മനുഷ്യൻ അവന്റെ വികാസ പരിണാമങ്ങളിലൂടെ മറ്റെല്ലാ രംഗത്തും ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കാൾ അവന് നേട്ടം ഉണ്ടാകേണ്ടിയിരുന്നത് അവന്റെ നയതന്ത്ര രംഗത്തായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഏറ്റവും പുരാതന മനുഷ്യൻ ചെയ്ത അതേ ക്രിയയാണ് ഇന്നും മനുഷ്യൻ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി കൈക്കൊള്ളുന്നത്, പിന്തുടരുന്നത് എന്നുള്ളത് വളരെ ഖേദകരമാണ്. അതായത് പ്രാകൃത മനുഷ്യൻ എന്താണോ തൻ്റെ ശത്രുവിനെ ഒതുക്കാൻ, കീഴ്പ്പെടുത്താൻ കൈക്കൊണ്ട നിലപാട് അത് തന്നെയാണ് ഇന്നും ആധുനിക മനുഷ്യൻ എന്നവകാശപ്പെടുന്ന നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലുക, നശിപ്പിക്കുക, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുക ശത്രുവിനെതിരെ. ഇതൊരു പരിഷ്കൃത രീതിയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഇനി എത്ര കാലമാണാവോ എടുക്കുക. നിരന്തരം ട്രംപിന് വധഭീഷണി ഉണ്ടെന്ന് പ്രചരിപ്പിച്ച് ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കാതെ വിശാലമായ ഇസ്രായേലി താല്പര്യങ്ങൾക്ക് വേണ്ടി നെതന്യാഹു ഒരുപക്ഷെ കെട്ടിച്ചമച്ചതാകാം ഈ വധഭീഷണി എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ഈ യുദ്ധം അമേരിക്കക്കാർക്ക് വേണ്ടാത്ത, യഥാർത്ഥ ഇസ്രായേലികൾക്ക് ആവശ്യമില്ലാത്ത, ഇറാനികൾക്ക് ഒട്ടും ആവശ്യമില്ലാത്ത, ലോകത്തിന് തീരെ വേണ്ടാത്ത യുദ്ധമാണ്. എന്നാൽ ഇസ്രായേലിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നെതന്യാഹുവിന് തന്റെ അടുത്ത എലക്ഷൻ ഒക്ടോബറിലോ മറ്റോ വരാനിരിക്കുന്ന തന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി, തെരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിൽക്കാനും തെരഞ്ഞെടുപ്പിൽ ഒരു സമ്മർദ്ദതന്ത്രമാക്കാനും വേണ്ടി ഈ യുദ്ധം ചെയ്തേ തീരൂ എന്നുള്ളതാണ് അവസ്ഥ. ഈ യുദ്ധം ഈ ഘട്ടത്തിൽ അവസാനിക്കുന്നത് എന്തുകൊണ്ടും ഇസ്രായേലിന്റെ നാണക്കേടാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇസ്രായേലികളല്ല, യഹൂദരല്ല, യഹൂദ സമൂഹമല്ല, അവിടുത്തെ മറ്റു രാഷ്ട്രീയക്കാരുമല്ല, നെതന്യാഹു എന്ന ഒറ്റ രാഷ്ട്രീയക്കാരനും അയാളുടെ പാർട്ടിയും അതങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ യുദ്ധം. മുഴുവൻ ഇസ്രായേലികൾക്ക് വേണ്ടിയോ ജെറുസലേമിലെ നിവാസികൾക്ക് വേണ്ടിയോ അമേരിക്കക്കാർക്ക് വേണ്ടിയോ അല്ല ഈ യുദ്ധം. ഇറാനികൾക്ക് വേണ്ടി ഒട്ടുമല്ല. പിന്നെയോ ഒരൊറ്റ വ്യക്തിയുടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു യുദ്ധമാണിത്. ഇപ്പോഴുള്ള മധ്യപൗരസ്ത്യ ദേശത്തെ സംഘർഷം, യുദ്ധം എന്ന് വരുന്നത് വളരെ ഖേദകരവും ലജ്ജാകരവുമായി തോന്നുന്നു. ഒരു വ്യക്തി തന്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വലിയ വലിയ രാഷ്ട്രങ്ങളെയും ജനസമൂഹങ്ങളെയും ഈ രീതിയിൽ സംഘർഷത്തിൽ അകപ്പെടുത്തുക, പ്രതിസന്ധിയിലാക്കുക എന്നുള്ളത് ചിന്തിക്കാൻ തന്നെ അത്ഭുതകരമായി തോന്നുമെങ്കിലും അതാണ് യാഥാർത്ഥ്യം, അതാണ് വസ്തുത. ഇസ്രായേലിലെ നെതന്യാഹുവിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് ട്രംപിനുള്ള ഈ വധഭീഷണിയും എന്ന് ചേർത്ത് കാണാനാണ് നമുക്ക് ഇഷ്ടം. ഇത്രയും പ്രബലമായ ലോകോത്തരമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ള അമേരിക്കക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തുർക്കിക്കും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് ഇസ്രായേലിന് മാത്രം മനസ്സിലായി. ഇസ്രായേൽ മാത്രം മുന്നറിയിപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, എന്നാൽ ജീവന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ട്രംപിന് ആ ഒരു
പരിഹാസ്യമായ രക്ഷപ്പെടൽ കളിക്കേണ്ടി വന്നു. ഇതാണ് വസ്തുത. ഇതിൽ ഇറാൻ മറ്റ് പല യുദ്ധ മര്യാദകളും പാലിച്ച കൂട്ടത്തിൽ ട്രംപിനെ നേരിട്ട് വകവരുത്താനുള്ള ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് കരുതാനാവുന്നില്ല. അതുപോലെ തന്നെ എത്ര കണ്ട് തിരിച്ചടികൾ ഉണ്ടായിട്ടും അതിന് പകരം സിവിലിയൻ ഏരിയകളിൽ ആക്രമിക്കാതെ, കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതെ, സാധാരണക്കാരെ ഉപദ്രവിക്കാതെ പരമാവധി പ്രതികാരം നിർവഹിക്കാനാണ് ഇറാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതും യുദ്ധത്തിന്റെ നാൾ വഴികളിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാവും. ഈ അവസ്ഥയിലാണ് അത്ര പച്ചക്ക് ഇസ്രയേലുകാരോ അമേരിക്കൻ പ്രസിഡന്റോ പറയുന്നത് പോലെ നിങ്ങളുടെ രാഷ്ട്ര നേതാവിനെ ഞങ്ങൾ വധിക്കും എന്ന് പറയാൻ ഇറാൻ ഇതുവരെ പുലർത്തിപ്പോന്ന അവരുടെ മര്യാദക്ക്, രാഷ്ട്രീയ മര്യാദക്ക്, ധാർമ്മിക പരിവേഷത്തിന് നിരക്കുന്നതല്ല അങ്ങനെ ഒരു വധഭീഷണി മുഴക്കൽ. അതുകൊണ്ട് കൂടിയാണ് ഈ വധഭീഷണി കേവലം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ടതാണോ എന്ന് നിഷ്പക്ഷമതികൾ ശങ്കിച്ചു പോകുന്നത്. ഏതായാലും ആരും വധിക്കപ്പെടാതെ, കൂടുതൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ ഈ യുദ്ധം അവസാനിച്ചെങ്കിൽ എന്നാണ് ലോകത്തിലെ എല്ലാ സമാധാനകാംക്ഷികളായ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ഏതായാലും അനേകം മനുഷ്യജീവനുകൾക്ക് അന്ത്യം കുറിച്ച അമേരിക്കൻ പ്രസിഡന്റിന് ജീവന്റെ വില എന്താണെന്ന് തൻ്റെ കാര്യത്തിലെങ്കിലും വന്നപ്പോൾ ബോധ്യപ്പെട്ടല്ലോ എന്ന സമാധാനമുണ്ട്.